ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു മനസ്സിൻ്റെ പ്രശ്നമാണ്. നമ്മൾ കണ്ടു മറക്കുക, കേട്ടു മറക്കുക എന്നുള്ള ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നാളേക്കൊരു കരുതലോടുകൂടി ഇനി വരുന്നവർക്ക് കൂടി കാണേണ്ടതാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഈ പറഞ്ഞതിൻ്റെ ഒരു പ്രസക്തിയുള്ളൂ. അപ്പോൾ അതിനകത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കാലത്തോടുകൂടി നമ്മളെല്ലാം ഉപേക്ഷിച്ച് പോകല്ലോ. എത്രയോ നമുക്ക് മുൻപേ പോയ തലമുറയുടെ അവർ വഴി വെട്ടിത്തന്നതിലൂടെ തന്നെയാണ് നമ്മൾ നടന്നു പോയത്. അപ്പോൾ ആ കാഴ്ചകൾ, അതിനിടയിൽ അവർക്ക് സംഭവിച്ച മാറ്റങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരുപക്ഷെ അങ്ങനെയുള്ള സാധന സാമഗ്രികൾ നമ്മൾ നോക്കുകയും നിരീക്ഷിക്കുകയും പഠിക്കുകയും എന്തായിരുന്നു അതിൻ്റെ ഉപയോഗം, അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്, എന്താണ് അതിൻ്റെ പിന്നിൽ അവരുപയോഗിച്ചൊരു ബുദ്ധി എന്താണ്, ഇതൊക്കെ ആലോചിച്ച് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ആ കാലത്തെക്കുറിച്ചും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഉപകരണങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മളുടെ കാരണവന്മാരുടെ പഴയ തലമുറയുടെ ഒരു ചിന്താശേഷിയെക്കുറിച്ചും ഒക്കെ നമുക്ക് ബോധ്യപ്പെടും. കാരണം അത് ശരിക്കും പറഞ്ഞാൽ കവി കെട്ടി സൂക്ഷിക്കുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്വമാണ്. നമ്മൾ ചെയ്യാതെ പോകുന്ന ഒരു കാര്യമാണ്. വളരെ ശരിയാണ്. ഒരിക്കലും നമ്മൾ ആ കാര്യത്തിൽ ഒരു നിഷ്ഠയോ ഒരു ഉത്തരവാദിത്വമോ കാണിക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു കാര്യമാണ്. നാളേക്ക് വേണ്ടിയുള്ള ഒരു നീക്കിയിരിപ്പാണത്. അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റാണത്. പക്ഷേ അത് ചെയ്യാതെ പോകുന്നു, സത്യമാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ മലബാറിലെ ഒരു ഭക്ഷണ രീതിയും സംസാര രീതിയും അവരുടെ ഒരു കൃഷി രീതികളിൽ പോലും എന്തെല്ലാം മാറ്റങ്ങൾ നമുക്ക് ഇപ്പം ഓണാട്ടുകരയിലെ രീതിയല്ല നമ്മൾ നാഞ്ചിനാട്ടിൽ കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് ചെല്ലുമ്പോൾ. അപ്പോൾ ഓരോ കോട്ടയത്ത് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കോട്ടയം ജില്ലയുടെ പല ഭാഗങ്ങളിലും മറ്റൊരിടത്തും ഇല്ലാത്ത ചില ഭക്ഷണ രീതികളും സമ്പ്രദായങ്ങളുമുണ്ട്, കൃഷി രീതികളുണ്ട്. ഭാഷയിൽ പോലും ഈ പറഞ്ഞത് വളരെ ശരിയാണ്, ഭാഷയിൽ പോലും വ്യത്യാസം. പക്ഷേ ആ വൈവിധ്യത ഒരഴകാണ്. കാരണം ഏകദാനമായി എല്ലാവരും ഒരേപോലെ സംസാരിക്കുകയും ഒരേ രീതിയിലുള്ള ഭക്ഷണവും എന്നതിനപ്പുറത്ത് ഈ വൈവിധ്യതയാണല്ലോ അതിൻ്റെ ഒരു ചന്തവും അഴകും, അതിൻ്റെ ഒരു നന്മയെന്ന് പറയുന്ന ആ വൈവിധ്യതയാണ്. പക്ഷേ ആ വൈവിധ്യതയെ നമുക്ക് അതിൻ്റെ പ്രാധാന്യത്തെ, അത് എന്തുകൊണ്ട് ആ വൈവിധ്യത സൂക്ഷിക്കണം, എങ്ങനെ അതിൻ്റെ ഒരു ഉൽപ്പത്തി, അതിൻ്റെ ഒരു ചരിത്രം, അത് കടന്നു വന്ന വഴികൾ, ഇതൊക്കെ പഠനാർഹമായ കാര്യങ്ങളാണ്. അത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ ഓണാട്ടുകരയിലെ ഭക്ഷണവും ഭാഷയും, കേരളത്തിൽ മറ്റെങ്ങുമില്ലാത്ത ചില ഭക്ഷണ രീതികൾ ഓണാട്ടുകരയിലുണ്ട്. ഇപ്പോൾ അസ്ത്രം, മുതിരപ്പുഴുക്ക്, അങ്ങനെ ഈ വാഴക്കൂമ്പും വൻപയറും, ഇങ്ങനെ ഒരുപാട് ഭക്ഷണ വ്യത്യസ്തതകളുള്ള ഒരു നാടാണ് നമ്മുടേത് ഈ ഓണാട്ടുകര എന്ന് പറയുന്നത്. പക്ഷേ ആ ഭക്ഷണത്തിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്, അത് നമ്മുടെ ആരോഗ്യശീലവുമായി എങ്ങനെയൊക്കെ അത് ബന്ധപ്പെട്ടിരിക്കുന്നു, മറ്റു പ്രദേശങ്ങളിലുള്ള ഭക്ഷണക്രമവും ഇതും തമ്മിലുള്ള ഒരന്തരം എന്താണ്, അതിൽ നിന്ന് നമ്മളുടെ ഉപാപചയ പ്രക്രിയയെ, നമ്മളുടെ ആരോഗ്യ സംരക്ഷണത്തെ അത് എത്ര കണ്ട് സ്വാധീനിക്കുന്നു, എങ്ങനെയാണ് അങ്ങനെ ഒരു ഭക്ഷണക്രമത്തിലേക്ക് നമ്മൾ വന്നത്, ഇതിനെക്കുറിച്ചൊക്കെ തീർച്ചയായിട്ടും പഠനാർഹമായ അന്വേഷണാത്മകമായ ഒരു ഗവേഷണ മനസ്സോടെ അതിലിറങ്ങി പുറപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം ഇപ്പോഴ് ഞാൻ ഒരു ഉദാഹരണം മാത്രം ഓണാട്ടുകാരുടെ പറഞ്ഞാണ്. അങ്ങനെ ഓരോ പ്രദേശത്തും ഇപ്പോൾ മലബാറിൽ അല്ലെങ്കിൽ വയനാട് ചെല്ലുമ്പോൾ വയനാട്ടിലെ കൃഷി രീതികൾ, അവിടുത്തെ ഭക്ഷണ രീതികളൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതിനെ ശരിക്കും പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി വളരെ കൃത്യമായി അതിനെ ഒന്ന് പരിരക്ഷിക്കുക, സംരക്ഷിക്കുക, അതിനെ ശരിക്കും പറഞ്ഞാൽ ഒരു ഗവേഷണ മനസ്സോടുകൂടി അതിനെ ഒന്ന് കവി കെട്ടി സൂക്ഷിക്കുക. കാരണം നമുക്ക് ശേഷം വരുന്ന തലമുറയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഇത് എല്ലാം മാറി മറിയും. ജീവിതവേഗം വളരെ കൂടിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാഷയിൽ മാറ്റം വരുന്നു, ഭക്ഷണത്തിൽ മാറ്റം വരുന്നു, എല്ലാ രംഗത്തും മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെയൊന്നുണ്ടായിരുന്നു എന്ന് വരുന്ന തലമുറയ്ക്ക് പഠിക്കണം, അറിയണം, അവരന്വേഷിക്കണമെങ്കിൽ അത് നമ്മൾ സൂക്ഷിച്ചു വയ്ക്കണം. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലേക്ക് നമ്മൾ പോകണം. അത് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ അതിനുവേണ്ടി പ്രത്യേക മ്യൂസിയങ്ങളുണ്ടല്ലോ. നമ്മൾ ഏതൊരു വിദേശ രാജ്യത്ത് പോയാലും, ഇപ്പോൾ ജർമ്മനിയിലാകട്ടെ, ജപ്പാനിലാകട്ടെ, അമേരിക്കയിലാകട്ടെ, എവിടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ടല്ലോ, അവിടെയൊക്കെ ഈ പുറത്തു നിന്നും മറ്റു രാജ്യത്തു നിന്ന് വരുന്നവർ ആദ്യം അന്വേഷിക്കുന്ന അവിടുത്തെ ചരിത്രവും ആ നാടിൻ്റെ തനിമയും അറിയാൻ വേണ്ടി ഈ മ്യൂസിയങ്ങളെ നമ്മൾ ആശ്രയിക്കുകയാണ്. മ്യൂസിയങ്ങൾ അതിനുവേണ്ടിയുള്ള ഈ തിരുശേഷിപ്പുകളുടെയും അവശേഷിപ്പുകളുടെയും ഒരു മൂർത്തിമത് ഭാവമാണല്ലോ ഈ മ്യൂസിയം എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ നാടിനെക്കുറിച്ച് അറിയാനുള്ളതെല്ലാം അവിടെയുണ്ട്. ഇതെങ്ങനെയാണ് അതിൻ്റെ ഒരു തായ് വഴികളിലേക്കുള്ള ഒരു അന്വേഷണം കൂടിയാണല്ലോ അത്. അപ്പോൾ ആ ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മൾ ആ കാര്യത്തിൽ ബാക്കി ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ ഈ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഈ ഗവേഷണം ഇപ്പം നമ്മുടെ പല യൂണിവേഴ്സിറ്റികളിലും കുട്ടികൾ ഗവേഷണം നടത്തുന്നു.
എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓരോ പ്രദേശത്തെയും ഭാഷയെക്കുറിച്ച്, ഓരോ പ്രദേശത്തെയും ഭക്ഷണത്തെക്കുറിച്ച്, കൃഷിയുടെ തനിമകളെക്കുറിച്ച് ഒക്കെ അത് ഗവേഷണ വിഷയമായി കുട്ടികൾ പഠിക്കണം, ആഴത്തിൽ പഠിക്കണം. പഠിച്ചിട്ട് അത് എന്നേക്കും സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന വിധത്തിൽ, വരും തലമുറയ്ക്ക് കൂടി പ്രയോജനപ്പെടുന്ന വിധത്തിൽ നമ്മളത് സൂക്ഷിക്കണം. ആ അഭിപ്രായത്തോട് ഞാൻ 100% യോജിക്കണം. അതാണ് വേണ്ടത്. അല്ലാതെ എല്ലാം കണ്ടു മറക്കാനുള്ളതല്ല, കേട്ടു മറക്കാനുള്ളതല്ല.